ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ മൊഡ്യൂൾ 3 കോണ്ടൈസേഷൻ എന്ന ടോപ്പിക് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടൈസേഷൻ മീൻസ് റൗണ്ട് ഓഫ് എന്നുള്ള മീനിങ് ആണ്. റൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒന്ന് അപ്രോക്സിമേഷൻ. മാത്സിലൊക്കെ നമ്മൾ റൗണ്ട് ഓഫ് കണ്ടിട്ടുണ്ട്, റൗണ്ടിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്പേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 6.19 നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ഒരു 6.2 റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ സിഗ്നൽസിനാണെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ ഓഫ് ബിറ്റ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ബിറ്റ്സ് റെഡ്യൂസ് ചെയ്യുക, ദെയർ ബൈ റെഡ്യൂസിങ് ദ ബാൻഡ് വിഡ്ത്ത്. പൾസ് കോഡ് മോഡുലേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷനകത്താണെങ്കിൽ നമ്മൾ സിഗ്നൽസിന് അനലോഗ് സിഗ്നൽസിനാണെങ്കിൽ കോഡ് വേർഡ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം മിനിമം നമ്പർ ഓഫ് കോഡ് വേർഡ്സ് വെച്ചിട്ടായിരിക്കണം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ലെസ് ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ കോണ്ടൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിഗ്നലിൻ്റെ ഒരു അപ്രോക്സിമേഷൻ ആണ്. ഞാനൊരു അനലോഗ് സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു അനലോഗ് സിഗ്നലാണ്. അപ്പം ഇതിനെയാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് അതിനെ കോണ്ടൈസ് ചെയ്യും. ഓക്കെ, കോണ്ടൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാമ്പിളിംഗ് പ്രോസസ്സ് പഠിച്ചായിരുന്നു. സാമ്പിളിംഗ് പ്രോസസ്സിൽ നമ്മൾ ടൈം ആക്സിസ് ആണ് സാമ്പിളിംഗ് ഇൻ്റർവെൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കോണ്ടൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആണ് ഡിഫറെൻറ്റ് ലെവൽസ് വെച്ചിട്ട് കോണ്ടൈസ് ചെയ്യുന്നത്. ഈ ഒരു അനലോഗ് സിഗ്നലിൽ ഞാൻ ഒരു ഇത്രയൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അതാണ്ട് ഈ ഒരു ഏരിയ, ഇങ്ങനെ ഒരു ഏരിയ എടുത്തു. ഓക്കെ, അപ്പം ഇതിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡിന് ഡിഫറെൻറ്റ് ലെവൽസ് വെച്ചിട്ട് നമ്മൾ കോണ്ടൈസ് ചെയ്യും. ഓക്കെ, അതിൽ കണ്ട ഇത്രയൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. ഇത്രയൊരു ഏരിയ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഇവിടെ ആണെങ്കിൽ ഒരു 3 ലെവൽസ്, ഒന്ന് 0 വരുന്ന ലെവല്, പിന്നെ 1, 2, 3. അപ്പോൾ ഈ 3 ലെവൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു സിഗ്നൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഏരിയയിൽ വരത്തില്ലേ. ഓക്കെ, ഈ സിഗ്നൽ അപ്പോൾ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇത്ര ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോണ്ടൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് 0 ലെവലാണ്. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3. അതിൽ ആംപ്ലിറ്റ്യൂഡ് 0യ്ക്കും 1നും ഇടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരു 0.5 കോണ്ടൈസ് ചെയ്യും. ഓക്കെ, 0.5 കോണ്ടൈസ് ചെയ്യും. ഇനി അടുത്ത നമ്മൾ സിഗ്നൽ 1നും 2നും ഇടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരു 1.5 ആ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. അതുപോലെ 2നും 3ക്കും ഇടയ്ക്ക് വരികയാണെങ്കിൽ ഒരു 2.5. അപ്പം ആക്ച്വൽ സിഗ്നൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ പോയിന്റ്സ് കൺസിഡർ ചെയ്യണമായിരുന്നു. അപ്പോൾ പിന്നെ കോണ്ടൈസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും പോയിന്റ്സ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഏതെങ്കിലും ഇപ്പം 0.6 വരുവാണെങ്കിൽ നമ്മൾ 0.5 കോണ്ടൈസ് ചെയ്യും. അതുപോലെ 0.3 വരുവാണെങ്കിൽ 0.5 കോണ്ടൈസ് ചെയ്യും. 0യ്ക്കും 1നും ഇടയ്ക്ക് ഏത് ആംപ്ലിറ്റ്യൂഡ് വന്നാലും നമ്മൾ 0.5 കോണ്ടൈസ് ചെയ്യും. 1നും 2നും ഇടയ്ക്ക് വരുവാണെങ്കിൽ 1.5 കോണ്ടൈസ് ചെയ്യും. 2നും 3നും വരുവാണെങ്കിൽ 2.5 കോണ്ടൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 0.5, 1.5, 2.5 എന്ന് പറയുന്നതാണ് നമ്മളുടെ കോണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ 0, 1, 2, 3 എന്ന് പറയുന്നത് അതിന് നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. ഓക്കെ, സ്റ്റെപ്പ് സൈസ് നമ്മൾ അത് ഇപ്പോൾ ഇവിടെ 3 ആയിട്ട് എടുത്തു സ്റ്റെപ്പ് സൈസ്. അതിൽ ഈ ഓരോന്നും ആണ് കോണ്ടൈസേഷൻ ലെവൽസ്. സപ്പോസ് ദിസ് ഈസ് Q0, ദിസ് ഈസ് Q1, ദിസ് ഈസ് Q2. അപ്പം സ്റ്റെപ്പ് സൈസ് എന്താണെന്നുള്ളതും അതുപോലെ കോണ്ടൈസേഷൻ വാല്യൂ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്റ്റെപ്പ് സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സ്കെയിലാണ്. ആ ഓരോന്നിനെയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് കോണ്ടൈസേഷൻ അല്ലെങ്കിൽ കോണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ സിഗ്നൽ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് നമ്മളുടെ ആക്ച്വൽ സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ ഈ പോയിന്റ്സ് കൂടെ പോകുന്ന രീതിയിൽ ഒരു അപ്രോക്സിമേറ്റ് സിഗ്നൽ വരയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഈ 0.5 കൂടെ പോയി, 1.5 കൂടെ പോയി, 2.5 കൂടെ പോയി, ഇങ്ങനെ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റഡ് അല്ലെങ്കിൽ കോണ്ടൈസ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മളുടെ
ആക്ച്വൽ സിഗ്നൽ എന്ന് പറയുന്നത്. ആക്ച്വൽ സിഗ്നൽ. അപ്പോൾ ഈ കോണ്ടൈസ്ഡ് വാല്യൂ കൂടെ നമ്മൾ വരയ്ക്കുന്ന സിഗ്നലിനെയാണ് അപ്രോക്സിമേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ആക്ച്വൽ സിഗ്നൽ. അപ്പം ആക്ച്വൽ സിഗ്നലിന് നമ്മൾ എക്സ് ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ കോണ്ടൈസ്ഡ് സിഗ്നലിനെ നമ്മൾ എക്സ് ക്യൂ ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കോണ്ടൈസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് എന്ത് വരും? ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു 0.1 എറർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വൽ സിഗ്നൽ. അതാണ് ഈ വൈറ്റ് കളർ വരച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എക്സ് ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഈ അപ്രോക്സിമേറ്റ് ചെയ്ത് സ്ക്വയർ ലൈൻ വരച്ചിരിക്കുന്നത് നമ്മൾ എക്സ് ക്യൂ ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് കോണ്ടൈസ്ഡ് സിഗ്നൽ. അപ്പോൾ ഇതിനകത്ത് കോണ്ടൈസേഷൻ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ക്യൂ ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ടി. ഇതാണ് കോണ്ടൈസേഷൻ എറർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. കോണ്ടൈസേഷൻ എറർ നമ്മൾ ഇ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ക്യൂ ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ടി. ഓക്കെ, നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ, ഒന്ന് കോണ്ടൈസേഷൻ പ്രോസസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കണ്ടിന്യൂസ് വേരിയിങ് സിഗ്നലിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിനെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ 0, 1, 2, 3 എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എനി വാല്യൂ ബിറ്റ്വീൻ 0 and 1 is represented by 0.5, 1 and 2 represented by 1.5 and 2 and 3 represented by 2.5. അപ്പം 0.5, 1.5, 2.5 ആണ് നമ്മൾ കോണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത്. അതുപോലെ അതിലേക്കൂടെ ഡ്രോ ചെയ്യുന്ന സിഗ്നലിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ കോണ്ടൈസ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പം കോണ്ടൈസ് സിഗ്നലും ആക്ച്വൽ സിഗ്നലും ഡിഫറൻസിനെയാണ് വി കോൾഡ് കോണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റെപ്പ് സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ഈക്വൽ ടു വി ഹൈ മൈനസ് വി ലോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെവൽസ് ക്യൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 0 to 3 വരെ എടുത്തത്. അപ്പോൾ ഇവിടെ വി ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് വോൾട്ടേജ് വരുന്നത് 3 ആണ്. 3 മൈനസ് വി ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലെവൽസ് Q1, Q2, Q3. അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 വരും. അപ്പം 3 മൈനസ് 0/3 എന്ന് വെച്ചാൽ 1. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് സൈസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1 ആണ് നമ്മളുടെ സ്റ്റെപ്പ് സൈസ്. അപ്പം ഇങ്ങനെ അപ്പർ വാല്യൂ ലോവർ വാല്യൂവും കോണ്ടൈസേഷൻ ലെവൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു നമ്മൾ ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു ലാർജർ വേർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിലുള്ളത് എക്സ് ഓഫ് ടി ആണ്. ദിസ് ഈസ് എക്സ് ഓഫ് ടി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഡെൽറ്റ 0, ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 അതാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് സൈസ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഈ ഡോട്ടഡ് ലൈൻ Q0, Q1, Q2 അതാണ് നമ്മളുടെ കോണ്ടൈസേഷൻ ലെവൽസ്. അപ്പോൾ അതിലേക്കൂടെ ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ കോണ്ടൈസ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ദിസ് ഈസ് ബ്ലാക്ക് കളർ എക്സ് ടി, ഈ റെഡ് കളർ വരുന്നത് എക്സ് ക്യൂ ഓഫ് ടി. ഓക്കെ, ഈ പറഞ്ഞതിൻ്റെ ഒരു ലാർജർ വേർഷൻ ഡയഗ്രാം വരച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ കോണ്ടൈസേഷൻ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റെപ്പ് സൈസിൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്യണം. അപ്പം നമുക്കൊരു സിഗ്നൽ കോണ്ടൈസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റെപ്പ് സൈസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റെപ്പ് സൈസ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഇസ് ഈക്വൽ ടു വി ഹൈ മൈനസ് വി ലോ ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ഓരോന്നിൻ്റെയും സെൻറ്റർ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇവിടെ എസ് ആണ്. സ്റ്റെപ്പ് സൈസ് ഇവിടെ എസ് ആണ്. അതിൻ്റെ വിഡ്ത് വരുന്നത് ഇത് എസ് ആണ്. ഓരോന്നും സ്റ്റെപ്പ് സൈസ് എസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അറ്റ് സെൻറ്റർ ഓഫ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറ്റ് സെൻറ്റർ ഓഫ് സ്റ്റെപ്പ്, അതായത് S/2. അതാണ് ഈ S/2 എന്ന് പറയുന്നത്. S/2 വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? Q0, Q1, Q2 അപ് ടു Q7 വരെ നമ്മൾ കോണ്ടൈസേഷൻ ലെവല് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോയിന്റ്സിൽ കൂടെ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് സ്ക്വയർ ലൈൻ വരയ്ക്കും. അതാണ് നമ്മളുടെ കോണ്ടൈസ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോണ്ടൈസേഷൻ എറർ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ടി ആൻഡ് എക്സ് ക്യൂ ഓഫ് ടി ആണ് കോണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോർമലി എറർ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എറർ റെഡ്യൂസ് ചെയ്യുക ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ ക്വാണ്ടൈസേഷൻ എറർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഒരു മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ എറർ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു റെഡ്യൂസ് സ്റ്റെപ്പ് സൈസ്. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്, അവിടെ ആക്ച്വല് 3 ലെവൽസ് ആണ് നോക്കുക. 1, 2, 3. ഓക്കെ, ഇവിടെ ക്വാണ്ടൈസേഷൻ ലെവൽ 1, 2, 3 വെച്ചിരിക്കുകയാണ്. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പോയിന്റ്സിൽ കൂടെ ആണ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഉള്ള ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. അപ്പം അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുക, അതായത് ഈ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുക, അതായത് നമ്പർ ഓഫ് ക്വാണ്ടൈസേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആ സെയിം സിഗ്നൽ തന്നെ എടുത്തു. അപ്പോൾ അവിടെ നമ്മൾ ലെവൽസ് കൂട്ടുകയാണ്. ഒരു 6 ലെവൽസ് എടുക്കാം. 1, 2, 3, 4, 5, 6 ലെവൽസ്. അപ്പം ഇതിന്റെ സ്റ്റെപ്പ് സൈസിന്റെ മിഡിലായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, നമ്മളെ ക്വാണ്ടൈസേഷൻ ലെവൽസ് വരുന്നത്. അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. ഇതിലേക്ക് കൂടെ ഇങ്ങനെ ഈ പോയിന്റ്സിൽ കൂടെ ലൈൻ വരയ്ക്കുകയാണ്. അപ്പം സ്റ്റെപ്പ് സൈസ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടൈസേഷൻ എറർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ലെവൽസ് ഇൻക്രീസ് ചെയ്യുമ്പം, അതായത് ക്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ക്യൂവും നമ്മളെ നമ്പർ ഓഫ് ബിറ്റ്സ് റെപ്രസെൻറ്റേഷനും ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു 2n ആണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ 3 ലെവൽസ് ആണ്, n ഈക്വൽ ടു 3 ആണെങ്കിൽ എത്ര വരും, ക്യൂ ഈക്വൽ ടു 2^3, അപ്പം 8 വരും. ഓക്കെ, അപ്പം 3 ബിറ്റ്സ് വരുവാണെങ്കിൽ നമുക്ക് 8 ലെവൽസ് വരും. സപ്പോസ് നമ്മൾ ലെവൽസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, 3 എന്നുള്ളത് നമ്മൾ 8 ആക്കുക എന്ന് വെച്ചോ. അപ്പം നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കേസിൽ 8ന്റെ കേസിൽ 2^8 വരും. അപ്പോഴത്തേക്ക് 256 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ബിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ബാൻഡ് വിഡ്ത്തും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്വാണ്ടൈസേഷൻ എറർ റെഡ്യൂസ് ചെയ്യണം. അപ്പം ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുക. സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ലെവൽസ് ഇൻക്രീസ് ചെയ്യുക. ക്വാണ്ടൈസേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്, നമ്മളുടെ ബിറ്റ് റെപ്രസെൻറ്റേഷൻ കൂടും. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് കൂടും, അതായത് ബിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ബിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താ, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വാണ്ടൈസേഷൻ ലെവല് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ നോയിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് സൈസ് അങ്ങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ. അപ്പം ദർ ഈസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ക്വാണ്ടൈസേഷൻ എറർ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ക്വാണ്ടൈസേഷൻ എറർ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പം ക്വാണ്ടൈസേഷൻ എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ക്വാണ്ടൈസേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്മൾ നമ്പർ ഓഫ് ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് ബിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതാണ് അതിന്റെ ട്രേഡ് ഓഫ്. അപ്പം നമുക്ക് ക്വാണ്ടൈസേഷൻ എററും മിനിമം ആയിരിക്കണം, അതുപോലെ ബാൻഡ് വിഡ്ത്തും മിനിമം ആയിരിക്കണം. അപ്പോൾ ദർ ഈസ് എ ട്രേഡ് ഓഫ്. നെക്സ്റ്റ്